നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് ശതമാനം. മറ്റ് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞേക്കുമെന്ന് സൂചന. SCRും കന്നി വോട്ടർമാരുടെ ആവേശവും ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർത്തി. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH66 ആണങ്കൂർ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങൾ സംസ്ഥാനത്തെ ശ്രദ്ധാകേന്ദ്രമായി മാറി. 2026 ഏപ്രിൽ 9 വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ കന്നി വോട്ടർമാരുടെ വലിയ ഒഴുക്കും ഗണ്യമായ പോളിംഗ് വർധനയും മറ്റു മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടക്കം മാറ്റിമറിക്കാനിടയാക്കുമെന്ന് വിലയിരുത്തപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ വശം കന്നി വോട്ടർമാരുടെ വലിയ പങ്കാളിത്തമായിരുന്നു. വിദേശത്തു നിന്നും വലിയ തിരക്കുകളിൽ നിന്നടക്കം നിരവധി യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം വോട്ട് ചെയ്യാനെത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 4 യുവ വോട്ടർമാരുടെ നീണ്ട നിര ബൂത്തുകളിൽ കണ്ടത് ശ്രദ്ധേയമായി. പലരും ആദ്യമായി വോട്ട് ചെയ്യുന്നതിനായി നാട്ടിലെത്തിയവരായിരുന്നു. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി നടന്ന SIR നടപടികൾ ഈ വർധനയ്ക്ക് കാരണമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. മറ്റ് ജില്ലകളിൽ വോട്ടർ പട്ടികയിൽ കുറവുണ്ടായപ്പോൾ കാസർഗോഡ് ഉൾപ്പെടെ ചില ജില്ലകളിൽ മാത്രമാണ് വോട്ടർമാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചത്. ഇത് വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പലരിലുമുണ്ടാക്കി. അതിനാൽ തന്നെ പുതുതായി പേര് ചേർത്തവരും മുൻപ് വോട്ട് ചെയ്യാതെ പോയവരും ഇത്തവണ ബൂത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കപ്പെട്ടു. കാസർഗോഡ് മണ്ഡലത്തിൽ 79.61% പോളിംഗ് രേഖപ്പെടുത്തി. 2021 അപേക്ഷിച്ച് 7.56% വർധനയാണിത്. മഞ്ചേശ്വരത്തെ 81.04% പോളിംഗും 3.11% വർധനവുമുണ്ടായി. ഈ 2 മണ്ഡലങ്ങളിലെ പോളിംഗ് ഉയർച്ച ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമായ വ്യത്യാസമാണ് കാണിക്കുന്നത്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ പോളിംഗ് വർധനവ് മഞ്ചേശ്വരത്തെയും കാസർഗോഡിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. ഈ ഉയർന്ന പോളിംഗ് UDFന് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായി ഉയരുന്നത്. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി AK അഷ്റഫും NDAയുടെ K സുരേന്ദ്രനും തമ്മിലുള്ള പോരാട്ടം കടുത്തതാണെങ്കിലും ഉയർന്ന പോളിംഗ് UDF വോട്ടുകൾ കൂട്ടിയെന്ന് വിലയിരുത്തപ്പെടുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ കളക്ടർ മാഹിൻ ഹാജിയും ML അശ്വിനിയും തമ്മിലുള്ള പോരാട്ടവും സമാനമായി ശ്രദ്ധേയമാണ്. ഇവിടെയും ഉയർന്ന പോളിംഗ് UDFന് മുൻതൂക്കം നൽകാമെന്ന കണക്കുകൂട്ടലുകളുമുണ്ട്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ LDF ശക്തമായ സ്വാധീനം തുടരുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ പോളിംഗ് ചെറിയ തോതിൽ മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. എങ്കിലും തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ ശക്തമായ പ്രചാരണം കാരണം കടുത്ത മത്സരം ഉണ്ടാകാമെന്ന സൂചനകളുമുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.